വെള്ള കടല കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളക്കടല 2 കപ്പ് എടുത്തായിരുന്നു. അത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് 8 മണിക്കൂർ കുതിർത്തിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. കൂട്ടത്തിൽ 2 ടീ ബാഗ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കിഴി കെട്ടി തേയിലപ്പൊടി ആണെങ്കിൽ ഒരു നല്ല വെള്ള തുണിയിൽ കിഴി കെട്ടി ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്പൈസസും ആഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ സ്പൈസസൊന്നും ആഡ് ചെയ്തിട്ടില്ല. 2 ടീ ബാഗാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് കൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി, അതുപോലെ 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ. തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളി എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞ് അതിൻ്റെ അടപ്പ് മാറ്റി നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ടീ ബാഗ് പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ല. അത് ആ ടീ ബാഗ് ഇനി നമുക്ക് ആവശ്യമില്ല, അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ വഴുതനയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ജീരകവും മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കടല വേവിക്കുന്ന കൂട്ടത്തിൽ ഉപ്പൂടെ ഇട്ടാണ് വേവിച്ചത്, ഞാനത് പറയാൻ വിട്ടുപോയി. സവാളയും വഴണ്ട് വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി വഴണ്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ പൊടിവകകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിവകകൾ ഒന്ന് വഴറ്റി എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് വേണ്ടിയിട്ട് നമുക്ക് ഒരു ശകലം പിഞ്ചോളം കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഈ സമയത്ത് നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ മാംഗോ പൗഡർ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പം തക്കാളി നന്നായിട്ട് വേകാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തോട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ചായപ്പൊടി ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. തിള വന്നു കഴിഞ്ഞ് അടുപ്പ് മാറ്റി നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായെന്ന് തോന്നിയതുകൊണ്ട് ചില ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
ഈ കറിക്ക് അധികം അങ്ങനെ ഗ്രേവി ഉണ്ടാവില്ല, ഒരു ഡ്രൈ കുറച്ച് കുറുകിയിരിക്കുന്ന പരുവത്തിലുള്ള കറിയാണ്, ചാറാണ് ഇതിനുള്ളത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കടലക്കറി ആയതുകൊണ്ട് അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കസ്തൂരി മേത്തി. ഇപ്പോൾ കസ്തൂരി മേത്തി എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിലിട്ട് ഒന്ന് തിരുമ്മി അതിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കൂടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ മല്ലിയില ഇട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു അടിപൊളി കടലക്കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ അടിപൊളി, പുട്ടിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അതുപോലെ ഭട്ടൂരയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.